ഹായ് മക്കളെ, അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിതാ ചട്ടി അടുപ്പത്ത് വെച്ചിതാ കുറച്ച് നല്ല ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കി നമുക്ക് ലേസം വേണമെങ്കിൽ ഒഴിക്കുക. ഇത് അപ്പുറത്തെ അടുപ്പിൽ ചോറ് വെക്കാനാണ്. ഈ അടുപ്പിൽ കറി വെക്കാനായിരുന്നു. കുറച്ച് കൂടുതലായിപ്പോയി, കുറച്ച് മുക്കണം. ഞാൻ വരുന്നു. ഇതിൽ നമുക്ക് ഉള്ളി ഇതാക്കാനാണ്, കുറച്ച് ഓവറായിപ്പോയി. ഒരു ഓവർ വേണ്ട, കുറച്ചങ്ങോട്ട് മുക്കി വെച്ച് അതിൻ്റെ ആ ഉള്ളിയൊക്കെ അതിന് റെഡിയാക്കി വെച്ചാണ് മക്കളെ. മാറിട്ട് അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. രസം നമുക്ക് ചോറ്റിലേക്ക് ഇട്ട് കൊടുക്കണം. അത് മാറി ചോറ്റിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇളക്കണം. ഇത് ഇളക്കട്ടെ. ഇത് ചോറ്റിനാണ്. ഈ അടുപ്പത്ത് ഞാൻ ഇളക്കുന്നത് ചോറ്റിനാണ്. ഒരടുപ്പത്ത് ചോറും ഒരടുപ്പത്ത് ഇതാ നമ്മൾ കായത്തിനുള്ളത് ഇട്ടതാണ്. നല്ലോണം ഒന്ന് വേഗട്ടെ. അങ്ങനെ പട്ട ഇട്ട് ഇത്തിരി ഏലക്കായ ഇട്ടിട്ടുണ്ട്. ഏലക്കായ ഇട്ട് നമുക്ക് ലേശം ഉപ്പ് ഇട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണേ. ഇതട്ടോ ഞാൻ അരിക്ക് പാകത്തുങ്ങാണ്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതിന് ഒരു പാത്രം അരിക്ക് 2 പാത്രം വെള്ളം ഒഴിക്കണേ. കേട്ടോ മക്കളെ, വെള്ളം തിളച്ചിട്ടുണ്ട്. അരിയിടാൻ പോവുകയാണെങ്കിൽ ഞാനിതൊന്ന് ഞെക്കിട്ടതാണ് കേട്ടോ. ഇത് നമുക്ക് അരി ഇതിലേക്ക് കോരിയിട്ട് കൊടുക്കണം. വെള്ളം കൂടുതലാണ്ടാക്കിട്ടോ കോരിയിട്ട് കൊടുക്കുന്നത്. റഹ്മാൻ കിടന്ന് വേവട്ടെ. വെള്ളം ഒഴിക്കട്ടെ കേട്ടാ. തക്കാളി മുറിച്ചിട്ടിട്ടുണ്ട്. മൂടി വെച്ചെടുത്തിട്ട് തക്കാളി ഒന്ന് വേവട്ടെ. ഉപ്പിട്ട് കൊടുക്കണം. ഇട്ടിട്ടോ ചേട്ടാ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഞാൻ കോഴി മുളക് വറ്റിയിട്ട് കുറച്ച് നേരം വെച്ചാൽ ആ ഉപ്പ് ഇട്ടിക്കണം കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടുള്ളൂ. ഇതൊന്ന് ഇതിൽ കിടന്നൊന്ന് വേവട്ടെ. മൂടിയിട്ടിട്ട് ഇതിൽ കിടന്ന് വേവട്ടെ. അതാ ഇറച്ചൊക്കെ കഴുകി ഉപ്പും കുരുമുളകും പൊടി തേച്ചുകാണ്ട് വെച്ചായിരുന്നേ. നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തത് ഇത് കഴിഞ്ഞിട്ട് അങ്ങനെ വേവട്ടെ. ഇതായിട്ടിട്ട് മസാലകളൊക്കെ ഇനി ബാക്കിയും കൂടെ കുറച്ചും കൂടെ ഇടാനുണ്ട്. ബിരിയാണി കൂട്ടൊക്കെ ഇട്ടുങ്ങാണ്ട് കുഴച്ചത് ഞാൻ മറ്റേ ഇറച്ചിയിലെ ഒന്നും കൂടെ നമുക്ക് ഇടണം. കുറച്ച് ഉപ്പ് കുറവുണ്ട്. ഇതട്ട കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഇടുന്നുണ്ട്. ചെറുങ്ങനെ ഇട്ടിട്ടുള്ളൂ ഞാൻ. അത് കുഴച്ച് വെക്കുമ്പോൾ കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ടുള്ളൂ. ബാക്കി നമുക്ക് തിരിച്ചുകൊണ്ട് കുഴയ്ക്കാം. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ആട്ടിയത് രസം നമ്മളിത് കുഴച്ച് വെച്ചതിൽ കുറച്ച് ആക്കിക്ക് നിന്നാലും കുറച്ചും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അടുത്തുണ്ടായി തോന്നായാൽ ചോദിച്ചാൽ അത് പാടായി. അപ്പോൾ നമുക്ക് ലേസം 2 സ്പൂണ് ഉപ്പിട്ട് കൊടുക്കണേ.
ഉപ്പ് തീരെ ഇല്ലായിരുന്നു. ഇപ്പൊ കറക്റ്റാണ് കേട്ടോ ഉപ്പ്. ഇത് വേവട്ടെ. എന്നിട്ട് അത് വെന്തിട്ടുണ്ട്. മല്ലിച്ചപ്പും പൊതിനയാണ് അത്. ചോറ് എന്നിട്ട് പോയിക്കോട്ടെ. ചോറൊക്കെ അയക്കും. ചോറ് അയക്കും. കായ കുറവാന്ന് തോന്നുന്നു. എന്നിട്ടാ തീരെ കായം ഭയങ്കര കുറവുണ്ട്. ഞാൻ ടിപ്പിയിലേക്കും കുറച്ച് ഇട്ടുപോയി. നമ്മളിതാ വായ ഇലൻ്റെ നാക്കല പറിച്ചുണ്ടോന്നുണ്ട്. അതിലേക്ക് ഇതാ നമുക്ക് ചോറ് കോരിയിട്ട് കൊടുക്കണം. ചോറ് കോരിയിട്ട് കൊടുക്കണം കേട്ടോ. നല്ലോണം ഒന്ന് ചുറ്റി പരത്തിയിട്ട് ഒന്ന് ആവിക്ക് വെച്ചൊന്ന് വെന്താൽ നമ്മളെ ബിരിയാണി റെഡി ആയിട്ടാ മക്കളെ. ബിരിയാണി റെഡിയായി. ഇന്ന് ആവി വരാനുള്ളൂ. ഇന്ന് ഇതാട്ടാ ഒക്കെ വെന്തിട്ടുണ്ട്. ഇത് നല്ലോണം ആവി ഇട്ടെ. എന്നിട്ട് ശേഷം നമുക്ക് അതൊന്ന് ചൂടണിയട്ടെ. എന്നിട്ട് നമുക്കൊന്ന് കുത്താം കേട്ടാ. കുത്തണം. അപ്പോൾ അവിടെ അങ്ങനെ നിൽക്കട്ടെ. നമ്മളെ ചോറൊക്കെ കുത്തി കണ്ടോ. കുത്തി ഇറച്ചി ഇതാ അതിൽ ഇതാ പൊരിച്ച ഇറച്ചി ഇതാ. ഇറച്ചി ചെറുങ്ങനെ കൊത്തി അരിഞ്ഞ് പൊരിച്ചാണ്. വേറെന്താ മക്കളെ വിശേഷം? എല്ലാവർക്കും സുഖവും സമാധാനവും സന്തോഷം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിലെല്ലാവർക്കും എൻ്റെ കുടുംബത്തിനും എനിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.